ഞാൻ ശിവദാസ്, ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, തൊഴിലധ്യാപനം. മനുഷ്യൻ മതങ്ങളെ പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചു. പ്രവാചകന്മാരും മതങ്ങളും കൂടെ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഇവരെല്ലാം കൂടി ചേർന്ന് മണ്ണും മനസ്സും എല്ലാം പങ്കുവച്ചു. സമകാലീന ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വർദ്ധിച്ചു വരുന്ന മതപരത അല്ലേ? ശാസ്ത്ര സാങ്കേതിക മേഖല കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളെയും പ്രൊഫഷണലായി ഉപയോഗിച്ചുകൊണ്ട് മതങ്ങളും ഈ പറഞ്ഞ സംഗതികളെല്ലാം കൂടി ചേർന്നുള്ള മത്സരമല്ലേ യഥാർത്ഥത്തിൽ സമകാലീന ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? സമകാലീന ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതങ്ങളുടെ മത്സരമല്ലേ, പ്രശ്നമല്ലേ എന്നാണ് വയലാറിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത്. ഇവിടെ സത്യത്തിൽ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ചിലപ്പോൾ മനുഷ്യരുടെയും മതങ്ങളുടെയും എല്ലാം പ്രവർത്തന ഫലമായിട്ടാകാം. പക്ഷേ വസ്തുത നമ്മൾ ഈ സമകാലിക ലോകം എന്ന് പറയുമ്പോൾ സമകാലിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മതം മാത്രമാണ് സമകാലിക ലോകത്തെ സകല പ്രശ്നങ്ങൾക്കുമുള്ള കാരണം എന്ന് നമ്മൾ വെറുതെ അങ്ങോട്ട് പറയണം. സത്യത്തിൽ മതമല്ല സമകാലിക ലോകത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. രാഷ്ട്രീയമാണ് സമകാലിക ലോകത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ന് ലോകത്ത് ഭീകരതയുണ്ട്. എന്താ കാരണം? എണ്ണ രാഷ്ട്രീയമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എണ്ണ രാഷ്ട്രീയം അത് മതത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും മതത്തെ, വിശ്വാസികളുടെ മതത്തെ, മതപരതയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഹൈജാക്ക് ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു ഒരുപാട് കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടായ കുഴപ്പങ്ങൾ. മതമാണോ അതിനുള്ള ഉത്തരവാദി? ഒരു മതമല്ല. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, വിയറ്റ്നാം യുദ്ധം, ലോകത്തുണ്ടായ കുറെ കുഴപ്പങ്ങൾ. ഇവിടെ മനുഷ്യർക്ക് വെളിച്ചം നൽകാൻ എന്തിന് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് വെറുതെ മതം അങ്ങനെയാണ്, മതങ്ങളെ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. പക്ഷേ മനുഷ്യ ജീവിതത്തിന്, രഹസ്യവും പരസ്യവുമായ മനുഷ്യ ജീവിതത്തിന് കൃത്യമായ മാർഗദർശനം നൽകാൻ, ആ മാർഗദർശനത്തിനനുസരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ. ഇപ്പോൾ പറഞ്ഞല്ലോ ടെക്നോളജി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്? മതമൊന്നുമല്ല. 5000 ഭൂമികളെ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മതത്തിന്റെ അടുത്താണോ? നമ്മള് ജീൻ മാപ്പിംഗ് നടത്തി. ജീൻ മാപ്പിംഗ് എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത്? ചില പ്രത്യേക സമൂഹങ്ങളുടെ ജനറ്റിക് ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ട് ആ ജനറ്റിക് ഐഡന്റിറ്റിക്ക് അനുസൃതമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ, ജനറ്റിക് വെപ്പൺസ് ഉണ്ടാക്കാൻ. മതമാണോ അവിടെ? അവിടെ പിടിച്ചു വെക്കാൻ കഴിയണമെങ്കിൽ, ശരിയല്ലാന്ന് പറയാൻ കഴിയണമെങ്കിൽ, തെറ്റാണ് എന്ന് ഉത്ബോധിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടായേ തീരും. ആ വിശ്വാസമാണ് യഥാർത്ഥ മതം. മതം എന്ന് പറയുമ്പോ എല്ലാ ലോകത്ത് പലതും പറഞ്ഞു നടക്കുന്നുണ്ട് മതം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടി നമ്മൾ ഒറ്റ കെട്ടിൽ കെട്ടരുത്. അവിടെയാണ് നമ്മൾ വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്ന വിഷയം പ്രസക്തമാകുന്നത്. എന്താണ് വേദഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ളത്? പരിശോധിക്കണം. നമ്മള് കേവലം ആരെങ്കിലും നമ്മുടെ മീഡിയ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ലോകത്തെ ഏറ്റവും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മതമാണെന്നാണ്. പക്ഷെ അതിനപ്പുറത്ത് യാഥാർത്ഥ്യം എന്താണ്? മതപരതയാണോ പ്രശ്നം? അതല്ല, ഞാൻ നേരത്തെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, മതം കേവലം മതനിഷേധമായി തീർന്നതാണോ പ്രശ്നം? ഇന്ന് മതം പലർക്കും കേവലം പുറത്തു കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രകടനപരത മാത്രമാണ്. പ്രകടനപരതക്കപ്പുറത്ത് മതത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും സട്ടാവായ നമ്മുടെ നാഥൻ,
ആ നാഥന്റെ നിയമം നിർദ്ദേശവും അനുസരിച്ച് ജീവിക്കണമെന്നുള്ള ബോധം കടന്നു വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടെയെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതേ പരിഹാരമാകും. സ്വകാര്യതകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് മാപ്പിംഗ് നടത്തിയിട്ട് കേരളക്കാരന്റെ ജനറ്റിക് ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ട് കേരളക്കാർക്ക് ആവശ്യമായ ജനറ്റിക് വെപ്പൺ എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞനെ പിടിച്ചു വെക്കണമെങ്കിൽ, നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ശരിയല്ല എന്ന് അയാൾക്ക് ബോധം നൽകണമെങ്കിൽ, അതിന് നേരത്തെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ധർമ്മവും ആത്മീയതയും മതവും തന്നെയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ മറക്കരുത്. മതങ്ങളുടെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ. താങ്കളുടെ പ്രഭാഷണത്തിലുടനീളം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചെന്ന് കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു. അത് താങ്കൾ കേട്ടില്ല, അതിന് മറുപടിയും പറഞ്ഞില്ല. ദൈവങ്ങളെ സൃഷ്ടിച്ചു, ഇവരെല്ലാം കൂടി ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞു. ആ പ്രവാചകന്മാരെ ചേർത്താണ് എന്റെ മറ്റു ഉപചോദ്യം വന്നത്. അപ്പൊ താങ്കളുടെ പ്രഭാഷണത്തിലുടനീളം നബി തിരുമേനിയാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക. നബി തിരുമേനിക്ക് ശേഷം പ്രവാചകന്മാർ ഉണ്ടായിട്ടില്ലേ? ഇനിയും പ്രവാചകന്മാർ ഉണ്ടാവില്ലേ? അവസാനത്തേതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാമോ? ആ ചോദ്യം. മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചു എന്നതിന് ഞാൻ മറുപടി അറിഞ്ഞില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മതങ്ങൾ പ്രവാചകന്മാരെ സൃഷ്ടിച്ചു എന്നത് മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള വാദത്തിനാണ് ഞാനിവിടെ മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാരാരും മതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. ലോകത്ത് നിങ്ങൾക്ക് എവിടെയുള്ള മത ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും ദൈവദൂതന്മാർ, പ്രവാചകന്മാർ അവരുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ ഉള്ള മതം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാർ മതങ്ങൾ സൃഷ്ടിക്കുകയല്ല ചെയ്തത്. പ്രവാചകന്മാർ പഠിപ്പിച്ചത് നിങ്ങളുടെ നാഥനായ നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഇതാ പറഞ്ഞത്. അതെല്ലായിടത്തും പ്രവാചകന്മാരും അവരെല്ലാരും ഓരോരുത്തരും ഓരോ മതം സൃഷ്ടിച്ച് അവരെല്ലാരും ആ മതത്തിന്റെ ആരാധ്യന്മാരായി നിന്നിട്ടില്ല. എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഇനി പ്രവാചകന്മാരുണ്ടാകില്ലേ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. ഇല്ല. മുഹമ്മദ് നബിയോടുകൂടി പ്രവാചകത്വത്തിന് അവസാനം കുറിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം വിശുദ്ധ പുരുഷന്മാരോ നന്മയുള്ളവരോ ഒന്നും പിന്നീട് ഉണ്ടാവില്ല എന്നല്ല. അത് ലോകത്തെല്ലായിടത്തുമുള്ള, നിങ്ങൾ പരിശോധിച്ചാൽ എല്ലായിടത്തുമുള്ള മഹാപുരുഷന്മാരെ കുറിച്ചുള്ള സങ്കല്പനങ്ങളിൽ ഒരു അവസാനത്തെ വ്യക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷ കാണാൻ കഴിയും. ഇപ്പൊ വൈഷ്ണവ മതപ്രകാരം കൽക്കി അവതാരം അവസാനത്തെ ആളാണ്, കലിയുഗത്തിൽ വരാനുള്ള കൽക്കി അവതാരം. ഇങ്ങനെ ഒരു അവസാനത്തെ വ്യക്തി എന്നുള്ള ചിന്ത എല്ലായിടത്തും കാണാൻ കഴിയും. യേശുക്രിസ്തു പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശുവിന്റെ വചനങ്ങളിൽ, ഞാൻ പോയാൽ മറ്റൊരാൾ വരും, അയാൾ നിങ്ങളെ ലോകത്ത് സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തീർച്ചയായും നമുക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും വിയോജിക്കുമ്പോഴാണല്ലോ നമ്മൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോഴേക്ക് അത് അതേപോലെ നിങ്ങൾ സ്വീകരിക്കും എന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ സ്വീകരിക്കുമെന്നോ അർത്ഥമില്ല. നമ്മൾ തീർച്ചയായും ഞാൻ ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നുള്ള വിഷയത്തിൽ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. അപ്പൊ സ്വാഭാവികമായും എന്റെ വീക്ഷണങ്ങളും എന്റെ വിശ്വാസങ്ങളുടെയും സ്വാധീനം എന്റെ സംസാരങ്ങളിൽ ഉണ്ടാകും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമികമായി മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾക്ക് പരിശോധിച്ചാൽ മനുഷ്യർക്ക് മാറ്റങ്ങളൊന്നുമില്ലാതെ, കൈകടത്തലുകളൊന്നുമില്ലാതെ, എടുത്തുമാറ്റമൊന്നുമില്ലാതെ, പ്രക്ഷിപ്തങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെടുന്ന വേദഗ്രന്ഥമാണ് ഒന്നാമതായി. ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിനുള്ള തെളിവായി തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന തെളിവ് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അതിന് തെളിവ് എന്നാണ്.
തീർച്ചയായും പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന് ഖുർആൻ തെളിവാണെന്ന് പറയുമ്പോൾ അത് കണ്ണടച്ച് എല്ലാവരും അംഗീകരിക്കണം എന്നല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് 2 പോയിന്റുകൾ ഖുർആൻ പറയുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അവിടെ ഖുർആൻ തന്നെ ആവശ്യപ്പെടുകയാണ്, നമുക്ക് പരിശോധിക്കാം. ദൈവികം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം, അതിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു നിരക്ഷരനായ മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രമിച്ച ഗ്രന്ഥം, അതിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ദൈവികമല്ല എന്ന് ഖുർആൻ തന്നെ അംഗീകരിക്കുന്നു. നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ ഗ്രന്ഥത്തെ കുറിച്ച്, നാം നമ്മുടെ ദാസന് അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ഇത് അറബികളോട് അന്ന് നടത്തിയ ഒരു വെല്ലുവിളിയാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാനുള്ള വെല്ലുവിളിക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ പരിശോധനാക്ഷമമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഖുർആൻ പറയുന്നു, ഏത് അവസാനത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നാലും ലോകം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. പ്രവാചകന്മാരിങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരാൾ ഏതായാലും അവസാനത്തെ ആളാവേണ്ടി വരുള്ളൂ, അല്ലെ? അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി അന്തിമ പ്രവാചകനാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അക്കാര്യം മനസ്സിലാക്കുക.